വരാൻ പോകുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് നിങ്ങൾ അവെയർ ആവേണ്ട ആവശ്യമുണ്ട് 2 ആഴ്ച എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആരോ നിങ്ങളുടെ മേൽ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, മോശം ദൃഷ്ടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സമാധാനവും ശാന്തിയും അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും ആ ഒരു പോകുന്ന ഡയറക്ഷനിൽ ഭ്രമിതരാവാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ഡയറക്ഷനിൽ ക്ലിയറായിട്ട് പോകണം, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഭ്രമിതരാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഡയറക്ഷനിൽ. ഇവിടെ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യത്തിൽ വിഘ്നം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും വിഷമിച്ച് ദുഃഖിച്ച് ഇരിക്കണം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പാടില്ല. എപ്പോഴും വിഷമിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത്, അതായത് ഈ കഴിഞ്ഞു പോയ പാസ്റ്റിൽ നിങ്ങൾ എന്തോ ഒരു നല്ലൊരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ കണ്ണിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു റെസ്പെക്റ്റ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പ്രഭാവശാലിയായിട്ടുള്ള ഒരു ഇമേജ് എങ്ങനെയായിരിക്കും, അതേപോലെ ഒരു ഇമേജ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു ആക്ഷൻ എടുത്തു. ആ ഒരു ആക്ഷൻ എടുത്തതിലൂടെ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നി, എന്നെക്കൊണ്ട് ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ല, ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നി. ചില ആൾക്കാർക്ക് നിങ്ങളെടുത്ത ആ ഒരു ആക്ഷൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് അതുപോലെ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യം നിങ്ങളോട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തി പറയുന്നത്, നിങ്ങളെ പ്രശംസിക്കുന്നത് അതൊന്നും ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല. അവർ ഒട്ടും തന്നെ നിങ്ങളെ ആ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെപ്പോഴും വിഷമിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ മോശം അവസ്ഥയിൽ ഇരിക്കുന്നത് കാണാൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ ആൾക്കാർ പ്രശംസിക്കുന്നു, നിങ്ങളുടേതായ രീതിയിൽ എന്തോ ഒരു ആക്ഷൻ എടുത്തു, അത് കാരണം പ്രഭാവിതരായിട്ടുണ്ട് മറ്റുള്ളവർ എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നേരെ മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ അപമാനിക്കാം. ആൾക്കാർ നിങ്ങളെ ഇനി പ്രശംസിക്കാൻ പാടില്ല. നിങ്ങളെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ അപമാനിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അതൊക്കെയാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മോശമെന്ന് പറയിപ്പിക്കണം ആൾക്കാരെ കൊണ്ട്. അതാണ് ഇവർ ചിന്തിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്കെതിരെ പ്ലാനിങ് ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം ഇവരെ ഇനി വെറുതെ വിടത്തില്ല. 1, 2, 3, 4 എത്ര ആൾക്കാരായിക്കൊള്ളട്ടെ, അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദണ്ഡിക്കുക തന്നെ ചെയ്യും ദൈവം ഇവരെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആ ഒരു ഇമേജിന് നേരെ എന്തൊക്കെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരെ ദൈവം ഒരിക്കലും വെറുതെ വിടത്തില്ല. കാരണം നിങ്ങൾ ഒന്നും മോശം ചെയ്യുന്നില്ല ആർക്കും, പക്ഷേ നിങ്ങൾക്കെതിരെ ആൾക്കാർ മോശം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ദൈവത്തിന് ഒരിക്കലും സഹായിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് മോശം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ദൈവം അവർക്ക് തന്നെ അതിനുള്ള ബലം കൊടുക്കുന്നതായിട്ട്, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല, തിരിച്ച് അവർക്കാണ് എല്ലാം സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവരുടെ ആ ഒരു ബുദ്ധി അവർക്ക് വിരുദ്ധമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ നിങ്ങളുടെ പല കാര്യങ്ങളിലും കണ്ണ് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ്, നിങ്ങൾ പോകുന്നത് എവിടെയാണ്, എല്ലാ കാര്യം A to Z അവർ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന്. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശരിയായിട്ടാണ് ഉള്ളത്. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനസികമായിട്ടുള്ള ശാന്തിയും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആരെന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ കുറച്ചൊന്ന് അവെയറായിട്ട് നിങ്ങൾ ഇരിക്കണം. കാരണം എല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല. ഇവിടെ ആര് നിങ്ങൾക്ക് എതിരായിട്ട് എന്ത് വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ആ ഒരു സ്ഥിതി ഒരിക്കലും മോശമാവാൻ പാടില്ല. ഇവിടെ എന്ത് സ്ഥിതികൾ മോശമായാലും എല്ലാ സ്ഥിതിയിലും വിക്ടറി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ എന്ത് പ്രശ്നമായാലും നിങ്ങളുടെ ലൈഫിൽ അത് മാറുന്നതാണ്. നിങ്ങൾക്ക് എന്ത് മോശം അവസ്ഥ വന്നാലും അതിൽ വിക്ടറി നിങ്ങൾക്ക് തന്നെയായിരിക്കും ലഭിക്കുന്നത്. അവർക്ക് കിട്ടത്തില്ല. കാരണം ദൈവം ന്യായത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. മോശം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കത്തില്ല. ഒരു വ്യക്തി നിങ്ങളെ പാറ്റേണിൽ കൊണ്ടുപെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി നിങ്ങളെ വിവാദമായിട്ടുള്ള ആ ഒരു സ്ഥിതിയിൽ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് സ്ഥിതിയായാലും വിക്ടറി നിങ്ങൾക്ക് തന്നെയായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഫിനാൻഷ്യൽ പരമായിട്ട് എന്തോ നല്ലത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ക്ലേശം, വിവാദം, വഴക്ക് അങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കിവിടെ പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ആശ്വാസം തരുന്ന രീതിയിൽ ഫിനാൻഷ്യലി എന്തോ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു വിഷ് പൂർണ്ണമാകുന്നതായിട്ട്, ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലൊരു വിഷ് നിങ്ങൾക്ക് പൂർണ്ണമാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആൾക്കാർ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി മോശം ചെയ്താലും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് അത് മാത്രം നിങ്ങൾ കാണുക. അപ്പോൾ ഇതാണ് സത്യം. അതായത് മറ്റുള്ളവർ നമ്മളെ മോശം ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ ദൈവം ഒരിക്കലും അവർക്ക് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. അതാണ് സത്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ചൊന്ന് നിങ്ങൾ അവെയർ ആവുക. അത് മാത്രമാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം സൂക്ഷിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നല്ലതായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് നല്ലതായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ആരും എടുക്കാത്ത രീതിയിൽ. ഇവിടെ ഇത്രത്തോളം പോലും നിങ്ങൾ കാണാതെ പോവരുത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും അത് കാണാതെ പോവരുത്. കുറച്ചൊന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആവുക. ഈ ഒരു സമയം ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അതായത് പാർവതി ദേവി ഭദ്രകാളിയായിട്ട് ട്രാൻസ്ഫോർമേഷൻ ആയില്ലേ, അതേപോലൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അതായത് മറ്റുള്ളവരുടെ സപ്പോർട്ടല്ല, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഈ ഒരു സമയം. ഇവിടെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് നേരെ വരാത്തതിൻ്റെ കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നിന്ന് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ പോരാടണമെന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയം നമ്മൾ ശിവഭഗവാന്റെ ആ ഒരു മെസ്സേജ് ഓർമ്മിക്കുക. ശംഖത്യാഗം ചെയ്താൽ ശങ്കര ഭഗവാനായിട്ട് മാറാം നമുക്ക്. അങ്ങനെ ശങ്കര ഭഗവാനായിട്ട് മാറിയാൽ നമ്മൾ താണ്ഡവമായിരിക്കും ചെയ്യുന്ന ഓരോ സ്ഥിതികളോടും കൂടി. നമ്മുടെ മുന്നിൽ എത്ര മോശം സ്ഥിതി വന്നാലും അതിനെ താണ്ഡവം ചെയ്ത് ആ സ്ഥിതികളെ നമ്മൾ ഇല്ലാതാക്കും. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ഈ സമയം ഒരു അവസാനവും ഒരു ആരംഭവും അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എത്ര ട്രാൻസ്ഫോർമേഷൻ വന്നാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കണം. ഇവിടെ ഒരു പൂവിൻ്റെ എനർജിയാണ്. പൂവിൻ്റെ എനർജി പറയുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കുന്നതായിട്ട്, ഒരു സോഴ്സിൻ്റെ എനർജി ഒന്ന് അവസാനിക്കുന്നതായിട്ട്, ടേൺ ഓഫ് സോഴ്സിൻ്റെ എനർജി എന്തോ ഒരു കാര്യം നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ട് അതിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു എൻഡിങ്ങും ഒരു തുടക്കവുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപദേശം തരുന്നതായിട്ട്, ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ 2 ആഴ്ചയ്ക്കിടയിൽ. ഇതുകൂടാതെ ഈ ദിവസങ്ങളിൽ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വർക്കിൽ ഒത്തിരി നല്ല ഒരു ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട്, അബണ്ടൻസ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള ആ ഒരു സമയത്ത് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ആ ഒരു വർക്ക് നല്ലതായിട്ട് പോവുക, ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലാഭം നിങ്ങൾക്ക് ലഭിക്കുക, ഇതാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വലയിൽ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ലതാണ് തരുന്നത് എന്ന്.
കാരണം ക്യാഷ് റിലേറ്റഡ് ആയിട്ടൊരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടും. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള അത് ആലോചിച്ച് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കും. ഇവിടെ സമയം നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റിസ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ വിചാരിക്കും സിറ്റുവേഷൻസ് നമ്മളെ കൊണ്ട് മാറ്റാൻ സാധിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മളെ കൊണ്ട് ഒരു ഇല പോലും അനക്കാൻ സാധിക്കത്തില്ല. പക്ഷെ മുകളിലുള്ള ആൾ വിചാരിച്ചാൽ എന്തും സാധിക്കും. ഏത് സിറ്റുവേഷനെയും നമുക്ക് ഫേവറാക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താണോ ഉണ്ടായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം തന്നെ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈശ്വരനെ ബിലീവ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ ഒരു നല്ല കർമ്മം അതിൻ്റെ ആ ഒരു ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ മോശ സമയത്ത് പോലും നിങ്ങൾക്ക് നല്ലത് ലഭിക്കാൻ കാരണം. അത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. കാരണം മോശം സമയത്ത് പോലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത, ആത്മാർത്ഥത, നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം അത് അങ്ങനെ തന്നെ വച്ചു. ഒരിക്കലും മോശം വഴി കൂടെ പോവുകയോ മോശം കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് നല്ലത് തരുന്നത്. ഇതാണ് നിങ്ങളുടെ ആ ഒരു ഡിഗ്നിറ്റിയും നിങ്ങളുടെ ആ ഒരു പ്രഭാവശാലിയുമായിട്ടുള്ള വ്യക്തിത്വം. അത് ഈശ്വരന് അറിയാം നിങ്ങൾ അത്രയ്ക്ക് പവിത്രമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന്. അപ്പോൾ ഈ ഒരു സ്വഭാവം ഒരിക്കലും മാറ്റരുത്. ഇത് മുന്നോട്ട് നിങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുക ഈ രീതിയിൽ. കാരണം ഇങ്ങനെ പോകുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വിജയത്തിലെത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്. കാരണം ആൾക്കാർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അവരെ പോലെ നിങ്ങളെ ആക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അവരുടെ വലയിൽ വീഴാതെ ഇതേപോലെ മുന്നോട്ട് പോവുക. ഇത്രമാത്രം ചിന്തിക്കുക. അവരുടെ വഴി വേറെയാണ്, നിങ്ങളുടെ വഴി വേറെയാണ്. അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ മോശം പാറ്റേൺ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അന്തിമമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതായിരിക്കും സംഭവിക്കുന്നത്. ഈ ഒരു സമയം ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ട്. ഇവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സമയത്ത് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു സമയം ഞാൻ ഈ കാര്യം ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളോട് പറയുന്നതായിട്ട്, ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു ആവശ്യം എന്താണോ അതനുസരിച്ച് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലഭിക്കുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായ ദൈവം എന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നും. ചില സമയം നിങ്ങൾക്ക് തോന്നും ഈ സമയം നിൽക്കണം, ഞാൻ പോകണ്ട എന്നുള്ള രീതിയിൽ തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കണം, നിങ്ങൾ പോകരുത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭദായകമായിട്ട് മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അത് എന്തുമാത്രം നല്ലതാണ് സംഭവിച്ചത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്നത് കൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റം ഉണ്ടായല്ലോ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ കുറേ സ്ഥലത്ത് നിങ്ങളുടെ ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ലക്ക് മുഖേന നിങ്ങൾക്ക് നല്ലത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ലക്ക് നിങ്ങളോട് പറയും ഇവിടെ നിങ്ങൾ സ്റ്റക്കാവും, അതേപോലെ നിങ്ങൾ സ്റ്റക്കാവുന്നു. സ്റ്റക്കായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ അങ്ങനെ അവിടെ സ്റ്റക്കായതുകൊണ്ട് കൊള്ളാമായിരുന്നു എന്ന തോന്നൽ. ഇവിടെ ഒത്തിരി തെറ്റായ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും ഈശ്വരൻ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തോ പ്രബലമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം ദൈവം ഉറപ്പായിട്ടും സാധിച്ചു തരുന്നതാണ്. അത് എന്ത് ആഗ്രഹമാണെങ്കിലും ദൈവം സാധിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേദനയും വിഷമവും തരണമെന്ന്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും തരണമെന്ന്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലാതെ അവരുടെ പ്ലാനിങ് ഒരിക്കലും നടക്കത്തില്ല. ആൾക്കാർ എത്ര തന്നെ എന്തൊക്കെ ചിന്തിച്ചാലും അവസാനം തീരുമാനം എടുക്കുന്ന യൂണിവേഴ്സാണ്, അല്ലാതെ ഈ ആൾക്കാരല്ല. നമ്മുടെ ആ ഒരു ശകുനിക്ക് ഇത്രമാത്രം ഒരു അഹങ്കാരമുണ്ടായിരുന്നു. കാരണം അവർ ആ ഒരു കളിയിൽ, ചതുരംഗ കളിയിൽ ശകുനി എന്ത് നമ്പറാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു നമ്പറായിരിക്കും ആ പകിട ഇടുമ്പോൾ വരുന്നത്. അതിൻ്റെ ആ ഒരു അഹങ്കാരം ശകുനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പകിട വിപരീതമായി വന്നപ്പോൾ അവരുടെ എല്ലാ അതായത് ശകുനി കൂടെ മാത്രമല്ല ദുര്യോധൻ്റെയും എല്ലാവരുടെയും അഹങ്കാരം ഇല്ലാതായി. കാരണം അവർ വിചാരിച്ചു പാണ്ഡവരെ ഇവരുടെ കൈപ്പടയിൽ ഒതുക്കാമെന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിച്ചില്ല. അതാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും അഹങ്കാരം നമ്മളെ നാശത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ എന്ന്. കാരണം ഇവിടെ ഈ വ്യക്തികൾ നിങ്ങളെ വേദന തരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് സന്തോഷം തരുവാനായിട്ട്.
അപ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത് ശാന്തമായിട്ടിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മോശം അവസ്ഥ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെയായിരിക്കും വിക്ടറി ലഭിക്കുന്നത് എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. ചില സമയം നമ്മളൊക്കെ ചെറിയ കാര്യത്തിനെ തന്നെ വലിയ കാര്യമാക്കി മാറ്റും. അങ്ങനെ വേണ്ട എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഒരു തെറ്റും നിങ്ങളുടെ കൂടെ നടക്കാൻ ഈശ്വരൻ അനുവദിക്കുകയില്ല. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.